കാഴ്ച ഒരു യാത്രയാണ്. മങ്ങിയ കാഴ്ചകൾക്ക് മിഴിവേകുന്ന യാത്ര. കാഴ്ചയ്ക്ക് അതിരുകളില്ല. എന്തും നിങ്ങൾക്ക് കാഴ്ചയുടെ വിരുന്നൊരുക്കാം. കണ്ണീരും പുഞ്ചിരിയും കാഴ്ചയുടെ കൈപിടിച്ച് കൂടെ വരുന്നവരാണ്. കാഴ്ച പ്രേക്ഷകർക്കായി കാഴ്ചവെക്കുന്നു. റോഡ് അപകടങ്ങൾ നടക്കുന്നത് പ്രധാനമായും റോഡിലുണ്ടാകുന്ന അറിവില്ലായ്മയും അശ്രദ്ധയുമാണ്. പക്ഷേ അതുപോലെ തന്നെ റോഡുകളുടെ ശോച്യാവസ്ഥയും ട്രാഫിക് സിഗ്നലുകളുടെ പര്യാപ്തക്കുറവുമൊക്കെ റോഡ് അപകടങ്ങൾക്ക് കാരണമാകും. പക്ഷേ റോഡ് നിയമങ്ങളെക്കുറിച്ച് അറിയാവുന്നുള്ള ഒരു തലമുറ ഉണ്ടെങ്കിൽ അപകടങ്ങൾ കുറയ്ക്കാൻ കഴിയും എന്നതാണ് ലോകത്തിൽ പല പഠനങ്ങളും വ്യക്തമാക്കുന്നത്. കേരളത്തിൽ ട്രാഫിക് അപകടങ്ങൾ വളരെ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ പോലീസിന് എന്ത് ചെയ്യാൻ കഴിയും എന്ന ഞങ്ങളുടെ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു ചിന്തയാണ് ഇത്തരത്തിലുള്ള ബോധവൽക്കരണ പരിപാടിയിലേക്ക് കൊണ്ടുവന്നത്. അതിൻ്റെ കാരണം വിദ്യാർത്ഥികളിൽ നിന്ന് തന്നെ ബോധവൽക്കരണം തുടങ്ങുക എന്ന ദൗത്യമാണ് ഇതിനുള്ളത്. അതിൻ്റെ ഗുണം ഒരു ട്രാഫിക് സംസ്കാരമുള്ള ജനതയെ വാർത്തെടുക്കാൻ കഴിയും. അങ്ങനെ പോലീസ് ലോകത്തിലാദ്യമായി ഒരു കാർട്ടൂൺ കഥാപാത്രത്തെ സൃഷ്ടിച്ചു. ആ കാർട്ടൂൺ ഒരു സീബ്ര കുട്ടിയാണ്. ഈ സീബ്ര കുട്ടിക്ക് പപ്പു എന്ന് പേര് നൽകി. ഞങ്ങളുടെ ബഹുമാനായ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ശ്രീ ജേക്കബ് പുന്നൂസ് IPS അവർകളാണ് ഈ സീബ്ര കുട്ടിക്ക് പപ്പു എന്ന് പേര് നൽകിയത്. ബഹുമാന്യായ ട്രാഫിക് IG ഡോക്ടർ സന്ധ്യ IPS അവറുകളുടെ ആശയമാണ് ഇത്തരത്തിലൊരു നാടകം കുട്ടികളിലേക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞത്. പപ്പു സീബ്ര എന്ന സീബ്ര കുട്ടി കുട്ടികളുടെ മുന്നിൽ വന്ന് കുട്ടികളുമായിട്ട് സംവദിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഈ നാടകത്തിലൂടെ ഉള്ളത്. 2 ഇമ്പാക്റ്റാണ് ഇതിലുള്ളത്. ഒന്ന്, കുട്ടികളിൽ ചെറുപ്രായത്തിൽ തന്നെ ട്രാഫിക് ബോധവൽക്കരണം നടത്തുക എന്ന ഒരു ദൗത്യവും, നാടക അവതരണത്തിന് ശേഷം പോലീസിനോട് കുട്ടികൾക്കുണ്ടാകുന്ന മനോഭാവത്തിൽ മാറ്റം വരിക എന്നതും കൂടി ഞങ്ങൾ ഇതിൽ കാണുന്നു. ഞങ്ങളത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹുമാന്യരെ, ഏവർക്കും കേരള പോലീസിന്റെ നമസ്കാരം. ഓരോ നിമിഷവും പരിപൂർണ ശ്രദ്ധയോടെ വേണം നാം റോഡിലൂടെ കടന്നു പോകാൻ. എവിടെയും അപകടം പതിയിരിക്കുന്നു. ഒരുപക്ഷെ അടുത്തയിര നമ്മളാവാം. വാഹനമോടിക്കുന്ന ഓരോരുത്തരുടെയും മസ്തിഷ്കത്തിൽ മുദ്രണം ചെയ്യപ്പെടേണ്ട വസ്തുതയാണിത്. റോഡപകടങ്ങൾ സ്വാഭാവികമായി സംഭവിക്കുന്നതല്ല. വാഹനമോടിക്കുന്നവരുടെ അശ്രദ്ധയും അറിവില്ലായ്മയും മൂലമാണ് റോഡപകടങ്ങൾ ഉണ്ടാകുന്നത്. അപകടരഹിത നിരത്തുകൾ സൃഷ്ടിക്കുവാൻ പ്രതിജ്ഞാബദ്ധരാകണം നാം. കണ്ണൊന്ന് ചിമ്മിയാൽ സെക്കൻഡിലൊരംശം മാത്രം മതി വാഹനാപകടങ്ങളുടെ വേദനയിലേക്ക് നമ്മെ എടുത്തെറിയുവാൻ. വാഹനമോടിക്കുന്നവർ കൂടുതൽ ശ്രദ്ധാലുക്കളാകുക. സ്വന്തം ജീവനും സഹയാത്രികരുടെ ജീവനും നമ്മുടെ കരങ്ങളിലാണ്. റോഡിൽ പൊലിഞ്ഞു വീഴുന്ന ജീവനുകളുടെ അമൂല്യതയെക്കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ട് ആദരണീയനായ മല്ലശ്ശേരി സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ശ്രീമാൻ ഉമേഷ് കുമാർ അവരുടെ നേതൃത്വത്തിൽ ട്രാഫിക് പോലീസ് പരിചയപ്പെടുത്തുന്നു പപ്പു. കേരള പോലീസ് ട്രാഫിക് വിഭാഗം ട്രാഫിക് സംസ്കാരം വളർത്തുവാൻ ഒരു കൈത്തിരി കൊളുത്തുന്നു. വരുവിൽ ഈ കൈത്തിരി കയ്യിലേന്തി നാട് മുഴുവൻ ട്രാഫിക് സംസ്കാരത്തിന്റെ പ്രകാശം പരത്തുവിൽ. ട്രാഫിക് പോലീസ് അവതരിപ്പിക്കുന്നു പപ്പു ഉറങ്ങാത്ത പാത.
2008 ഡിസംബർ 4 നിരത്തിലൂടെ വാഹനങ്ങൾ പായുകയായിരുന്നു. കണ്ണൂർ ജില്ലയിലെ പെരുവണ്ണ സ്കൂൾ വിട്ട് കുഞ്ഞുങ്ങൾ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. കൊച്ചരിപ്പല്ലുകൾ കത്തിച്ചിരിക്കേണ്ട 10 കുഞ്ഞുങ്ങൾ നമ്മെ വിട്ടുപോയി. അവരുടെ അച്ഛനമ്മമാർ ഹൃദയം പൊട്ടിക്കരഞ്ഞു. ഇതൊരു കഥയല്ല. 2008 ഡിസംബർ 4 കേരളം കണ്ട് കരഞ്ഞ ഒരു സംഭവമാണ്. പ്രിയപ്പെട്ടവരെ, ഇത്തരം വിലാപങ്ങൾ നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പല കുടുംബങ്ങളിലും ഉയരുന്നു. അപകടങ്ങളെക്കുറിച്ച് വാർത്ത പ്രസിദ്ധീകരിക്കാത്ത ഒരൊറ്റ ദിവസം പോലുമില്ല. ഒന്ന് ഓർത്തു നോക്കൂ, 90% അപകടങ്ങളും ഉണ്ടാകുന്നത് അറിവില്ലായ്മ കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ ആണ്. ഇനിയുള്ള നാളുകൾ നിങ്ങളുടേതാണ്. അപകടരഹിത നിരത്തുകൾ പടുത്തുയർത്തേണ്ടത് നിങ്ങളാണ്. റോഡിൽ അലക്ഷ്യമായും അശ്രദ്ധമായും പെരുമാറുന്നവരുടെ മനസ്സിൽ കയറി നേർബുദ്ധി ഉപദേശിക്കാൻ അവൻ വരുന്നു. എപ്പോൾ എവിടെ ഒരു ട്രാഫിക് നിയമ ലംഘനം നടക്കുന്നുവോ, എപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നുന്നുവോ, അപ്പോൾ കണ്ണടച്ചുറക്കെ വിളിക്കൂ. ട്രാഫിക് നിയമങ്ങൾ അക്ഷരം പ്രതി പാലിക്കുന്നവർ. കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഒളിച്ചിരുന്ന് ട്രാഫിക് ബോധത്തെ ഉണർത്തുന്നവൻ പപ്പു. എന്റെ പേര് പപ്പു സീബ്ര. നിങ്ങൾ എന്നെ പപ്പു എന്ന് വിളിച്ചോളൂ. ആശയം ഡോക്ടർ ബി സന്ധ്യ IPS, ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ട്രാഫിക്. പപ്പുവിന് നിങ്ങളെയൊക്കെ എന്ത് ഇഷ്ടമാണെന്ന് അറിയാമോ? പക്ഷേ റോഡ് നിയമങ്ങൾ പാലിക്കാത്തവരെ പപ്പുവിന് ഇഷ്ടമേ അല്ല. ഓവർ സ്പീഡിൽ വണ്ടി ഓടിക്കുന്നവരെ എനിക്ക് ഇഷ്ടമല്ല. ഓവർ സ്പീഡ് നല്ലതാണ്. അത് നിങ്ങളെ ആശുപത്രിയിലെത്തിക്കും. അനുവദനീയമായ വേഗത അത് നിങ്ങളെ ഉദ്ദിഷ്ട സ്ഥലത്തെത്തിക്കും. അല്പം താമസിച്ച് ഉദ്ദിഷ്ട സ്ഥലത്ത് എത്തുന്നതോ ഓവർ സ്പീഡിൽ ആശുപത്രിയിലെത്തുന്നതോ ഏതാണ് വേണ്ടതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കും. അപകടകരമായി ഓവർടേക്ക് ചെയ്യുന്നവരോട് പപ്പു പിണക്ക.
ഓവർടേക്ക് ചെയ്യുവാൻ പാടില്ല. മുൻപേ പോകുന്ന വാഹനത്തിന്റെ സിഗ്നൽ ലഭിച്ചതിന് ശേഷം മാത്രമേ നമ്മുടെ വാഹനം ഓവർടേക്ക് ചെയ്യുവാൻ പാടുള്ളൂ. നമ്മുടെ വാഹനത്തെ മറ്റൊരു വാഹനം ഓവർടേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വാഹനത്തിന്റെ വേഗത വർദ്ധിപ്പിക്കുവാൻ പാടില്ല. റോഡുകൾ മത്സരവേദിയല്ല, സഹിഷ്ണുതയുടെ ഇടമാണ് റോഡുകൾ. റോഡ് നിയമങ്ങൾ അനുസരിക്കാതെ സ്വയം മരിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊല്ലുകയോ ചെയ്യുന്ന ദാരുണമായ അവസ്ഥയ്ക്ക് അവസാനം കാണാൻ ഇവൻ വന്നു. പപ്പു, നിങ്ങളുടെ സ്വന്തം കൂട്ടുകാരൻ പപ്പു. എല്ലാ ട്രാഫിക് നിയമങ്ങളും നമ്മെ ഓർമ്മിപ്പിക്കുന്ന പപ്പുവിന് ഒരു വില്ലനുണ്ട്. ഇവൻ മോനൂട്ടൻ. മോനൂട്ടന്റെ വീട്. ഇതിലൊരു ഓട്ട. ഇത് കൊടുത്ത് ഓട്ടോ പിടിച്ച് അവിടെ എത്തിയ ടിക്കറ്റ് എടുക്കാൻ പൈസ തികയത്തില്ല. ഇത് കൊടുത്ത് ബസ്സിൽ കയറി ടിക്കറ്റ് എടുത്ത് അവിടെ എത്തിയ ടിക്കറ്റ് കിട്ടത്തില്ല. സിനിമയ്ക്ക് പോണ കാര്യമാണ് ഞാൻ പറയണത്. ഒരു സിനിമ റിലീസായ അന്ന് രാവിലെ തന്നെ കണ്ടില്ലെങ്കിൽ എന്റെ അടിവയറ്റിലൊരു വേദനയാണ്. നീ വരുന്നില്ലേ? സമയമായി പോകണം. ഇപ്പോ ഒരു വിടക്കം വിട്ട കൃത്യസമയത്ത് പെട്ടെന്ന് വാ. എടാ, ഞാൻ ഇങ്ങനെ വരും. എന്റെ ഓട്ടോ വിളിച്ചു വരാൻ പൈസ ഇല്ലടേ. നിന്റെ കാശ് ഒന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യ്. ഞാൻ പിന്നെ എങ്ങനെ വരുവാടേ? ട്രിപ്പിൽ അടിച്ചു പോയാ നേരെ പോകുന്നത് പോലീസ് സ്റ്റേഷനിൽ. ഓ, പിന്നെ പോലീസ് സ്റ്റേഷൻ. അത് മാത്രമല്ല, നോക്കിയേ, ഹെൽമെറ്റ് പോലും എടുത്തിട്ടില്ല. അറിയാമോ? എടാ, ഞാൻ പിന്നെ എങ്ങനെ വരും? എനിക്ക് സിനിമ കാണണ്ടേ? അതിനൊരു വഴി ഞാൻ പറഞ്ഞുതരാം. എന്ത് വഴി? നീ ഒരു കാര്യം ചെയ്യ്. നീ നിന്റെ വീട്ടിൽ ചെന്നിട്ട് നിന്റെ അച്ഛനോട് പറഞ്ഞു ഒരു മോട്ടോർ ബൈക്കൊക്കെ വാങ്ങി അതിൽ എണ്ണയൊക്കെ ഒഴിച്ച് ബി ക്ലാസ് തിയേറ്ററിൽ വരുമ്പോ കണ്ടാ മതി. ഓക്കെ, ബൈ. എന്നെ കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ കാറ് വിളിച്ചു പോവും. അല്ല, അയ്യോ, അതിനവിടെ കാറ് വിളിക്കാൻ എന്റെ പൈസ തികയത്തില്ല. നീ എന്ത് ചെയ്യും? അച്ഛന്റെ പേഴ്സ് അടിച്ചു മാറ്റാം. ഒരു നല്ല കാര്യത്തിനല്ലേ, അതിന് വലിയ കുഴപ്പമൊന്നുമില്ല. നിന്നെ ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ച് ഇവിടെ വന്ന് നിൽക്കായിരുന്ന നിനക്കെന്താ എന്നെ കണ്ടപ്പോ ഒരു വെപ്രാളം? എനിക്കൊരു വെപ്രാളോ ഇല്ല. അച്ഛൻ ഇപ്പൊ എന്തിന് ഇങ്ങോട്ട് വന്നത്? അച്ഛൻ അകത്തോട്ട് പോയി ഇരിയച്ച. അങ്ങനെ ഞാൻ അകത്ത് പോയി ഇരിക്കല്ല. എടാ, ഞാൻ നിനക്ക് 4 ഉപദേശം തരണമെന്ന് കുറച്ച് ദിവസം കൊണ്ട് വിചാരിക്കുന്നു. അപ്പൊ ഇപ്പൊ +2 പഠിക്കുന്ന കുട്ടിയൊന്നുമല്ല, ഡിഗ്രിക്ക് പഠിക്കണവനാണ്. ഡിഗ്രിക്ക് പഠിക്കണവൻ തീർന്ന ഞാൻ പിന്നെ ഇത് കയ്യിൽ വെച്ചേക്കണത്. അച്ഛന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. എന്റെ അമ്മച്ചിയെ, ഇത് എന്റെ പേഴ്സല്ലേ. ഇത് നീ വല്ലതും അടിച്ചു മാറ്റിയാടാ? അതിനച്ഛന് സമാധാനിക്കാം. അച്ഛന്റെ സത്യസന്ധനായ ഒരു പുത്രനല്ലേ ഈ മോനൂട്ടൻ? അതെനിക്കറിയാം. എടാ, ഞാൻ എന്തൊരു പറഞ്ഞുകൊണ്ട് വന്നത്? ഡിഗ്രിക്ക് പഠിക്കണ കാര്യം. എടാ, നീ പഠിച്ചാ മാത്രം മതി. നിനക്ക് എന്തെങ്കിലും ഒരു കുറവ് ഞാൻ വരുത്തിയിട്ടുണ്ടാടാ ഇന്ന് വരെ? ഉണ്ട്. എന്തെന്റെ കുറവ്? അച്ഛൻ ഇതുവരെ എനിക്കൊരു ബൈക്ക് വാങ്ങി തന്നിട്ടുണ്ടാ? ഒരു ബൈക്കില്ലാതെ ഞാൻ 4 ആളിന്റെ മുഖത്ത് എങ്ങനെ നോക്കുവച്ചാ? അതിന് നമുക്ക് വഴി ഉണ്ടാക്കാം. ഇതാണ് ഞാൻ പറഞ്ഞത്. എന്റെ അച്ഛൻ സ്നേഹനിധിയാണ്, ആഴക്കടലാണ്, തങ്കക്കട്ടിയാണ്, മാങ്ങാ തൊലിയാണ്. എടാ, നിനക്ക് മുഖത്ത് നോക്കാനല്ലേ പ്രയാസം? നീ ആൾക്കാരെ കാലിലോട്ട് നോക്കിയാ മതി. പോച്ചയില് നോക്കാനല്ല പറഞ്ഞത്. നിനക്ക് ആളുകളെ മുഖത്ത് നോക്കാൻ പ്രയാസമാണെങ്കിൽ കാലിലോട്ട് നോക്കിയാ മതി. അച്ഛാ, എന്തോ ഒരു ബൈക്ക് വാങ്ങി തരും അച്ഛാ? ഒരു ബൈക്ക് വാങ്ങിച്ച് തരണില്ല മക്കളെ. അച്ഛാ, എന്തോ ഒരു ബൈക്ക് വാങ്ങി തരും അച്ഛാ? ഒരു ബൈക്ക് വാങ്ങിച്ച് തരണില്ല. ഒരു ബൈക്ക് തരില്ലെന്നല്ല പറഞ്ഞത്. അച്ഛൻ ബൈക്ക് വാങ്ങി തരൂല്ലേ? തരൂല. അച്ഛനല്ലേ അച്ഛൻ പറഞ്ഞത് +2 ജയിക്കുമ്പോ ബൈക്ക് വാങ്ങി തരാന്ന്. നീ എത്ര ഇവിടെ അടിച്ച് പൊളിച്ചാലും ശരി, നിനക്ക് ബൈക്ക് വാങ്ങിച്ചു തരുന്ന പ്രശ്നമില്ല. അച്ഛൻ ബൈക്ക് വാങ്ങി തരൂല്ലേ? തരൂല. അച്ഛൻ എനിക്കൊരു ബൈക്ക് വാങ്ങി തന്നില്ലെങ്കിൽ പിന്നെ അച്ഛൻ മോനൂട്ടനെ കാണത്തില്ല. അയ്യോടാ മക്കളെ, നീ അഭിവേദമൊന്നും കാണിക്കില്ലടാ. അങ്ങനെയാണെങ്കിൽ നിനക്ക് ഞാൻ ഒരു ബൈക്ക് വാങ്ങിച്ച് തരാം.
മോനൂട്ടനും ഒരു ബൈക്ക് സ്വന്തമാക്കി. ഹെൽമറ്റ് വയ്ക്കാതെ, റെഡ് സിഗ്നൽ നോക്കാതെ, ഓവർ സ്പീഡിൽ മോനൂട്ടൻ റോഡിലൂടെ വളഞ്ഞു പൊളഞ്ഞു പാഞ്ഞു. അപകടകരമായ വേഗത്തിൽ ബൈക്ക് ഓടിക്കുകയും വാഹനം ഓടിച്ചുകൊണ്ട് മൊബൈലിൽ സംസാരിക്കുകയും ചെയ്യുന്നത് മരണത്തെ വരവേൽക്കുന്നതിന് തുല്യമാണ്. മോനൂട്ടനോടൊപ്പം മത്സരിച്ച് ബൈക്ക് ഓടിച്ച മോനൂട്ടന്റെ സുഹൃത്ത് ഇന്ന് നമ്മോടൊപ്പമില്ല. വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്. സീറ്റ് ബെൽറ്റും ഹെൽമറ്റും യഥാവിധി ഉപയോഗിക്കുക. അപകട സമയത്ത് അവ നിങ്ങളുടെ ജീവൻ രക്ഷിക്കും. രാത്രിയിൽ എതിരെ വരുന്ന വാഹനങ്ങൾക്ക് നമ്മുടെ വാഹനത്തിന്റെ ലൈറ്റ് ഡിം ചെയ്ത് കൊടുക്കണം. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് കുറ്റകരമാണ്. കൂട്ടുകാരെ, ഞാനിതാ വരുന്നു. സിഗ്നൽ ബോർഡുകളെ കുറിച്ച് എന്റെ കൂട്ടുകാർക്ക് നല്ല അറിവ് വേണം. വൃത്തത്തിലാണ് ബോർഡെങ്കിൽ അവ കർശനമായി പാലിക്കേണ്ട നിയമങ്ങളാണ്. ത്രികോണത്തിലാണ് ബോർഡെങ്കിൽ അവ മുന്നറിയിപ്പുകളായിരിക്കും. ചതുരത്തിലാണ് ബോർഡെങ്കിൽ അവ അറിയിപ്പുകൾ മാത്രം. നല്ല കുട്ടികളായ റോഡിലിറങ്ങാൻ എന്തെല്ലാം ചെയ്യണമെന്നോ? കുട്ടികൾ റോഡിന്റെ വലതുവശം ചേർന്ന് മാത്രമേ നടക്കാൻ പാടുള്ളൂ. കുട്ടികൾ റോഡിലൂടെ ഒരുമിച്ച് നടന്നു പോകുവാനേ പാടില്ല. റോഡിൽ തുപ്പുകയോ മലിന വസ്തുക്കൾ റോഡിലേക്ക് വലിച്ചെറിയുകയോ ചെയ്യരുത്. ഓടുന്ന ബസ്സിൽ ചാടിക്കയറുകയോ ഫുട്ബോളിൽ നിന്നും യാത്ര ചെയ്യുകയോ അരുത്. ഓടുന്ന ബസ്സിൽ ചാടിക്കയറുകയോ ഫുട്ബോളിൽ നിന്നും യാത്ര ചെയ്യുകയോ അരുത്. വരൂ എന്റെ പ്രിയപ്പെട്ട ചങ്ങാതിമാരെ, നമുക്ക് ഒത്തുചേർന്ന ഒരു ട്രാഫിക് സംസ്കാരം പടുത്തുയർത്താം. നമുക്കൊത്തുചേർന്ന് ഒരു ട്രാഫിക് സംസ്കാരം പടുത്തുയർത്താം. കാലം കടന്നുപോയിക്കൊണ്ടിരുന്നു. മോനൂട്ടന്റെ ജീവിതത്തിലും മാറ്റങ്ങൾ വന്നുകൊണ്ടിരുന്നു. മോനൂട്ടൻ ജോലി നേടി, ലോൺ എടുത്തു, കാറെടുത്തു. അച്ഛാ, അച്ഛാ, എന്തെല്ലാ മക്കളെ കിടന്നിട്ട് ഉറങ്ങാനും സമ്മതിക്കില്ല. എന്തോന്ന് രാവിലെ കിടന്ന് തുറക്കണത്? അച്ഛ ഇത് കണ്ട? ഏത് കണ്ട? അച്ഛ പിറകിലേക്ക് ഇതൊരു പുതിയ കാറാ, പുതിയ കണ്ണാടി, പുതിയ ലൈറ്റ്. എന്റെ അമ്മോ, അച്ഛ അതിൽ കയറി പിടിക്കരുത്. പുതിയ പെയിന്റ് ആണ്, അതിൽ പോറല് വീഴും. അച്ഛന് ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ +2 പാസ്സായി നിന്നപ്പോ ഒരു ബൈക്ക് വാങ്ങിത്തരാൻ കരഞ്ഞ് വാശി പിടിച്ചത് അറിയാമോ? അത് ഞാൻ അപ്പോൾ തന്നെ അങ്ങ് വാങ്ങിച്ചു തന്നില്ലേ? എപ്പോഴും മേടിച്ചു തന്നു. കരഞ്ഞ് 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 കണ്ണീര് പറ്റിയപ്പോഴല്ലേ മേടിച്ചു തന്നത്. എന്തായാലും വാങ്ങിച്ചു തന്നല്ല. നമുക്ക് മക്കളെ ഈ പുതിയ കാറൊക്കെ എടുത്താലേ നമുക്കൊന്ന് വീഗാലാൻഡിലോട്ട് വിട്ടാലാ? അപ്പൊ ഒന്ന് അവിടെ ചെന്ന് അരച്ച് കുളിക്കൊന്ന് അരച്ച് പൊളിക്കട്ടാ. അവിടെ പോണ്ട, അവിടെ കുളിച്ച അച്ഛന് പനി വരും. അവിടെ പോണ്ട, വേറെ എവിടെയെങ്കിലും പോവാം. എന്താ നമുക്ക് ഹാപ്പി ലാൻഡിലോട്ട് പോവാം.
ഞാൻ പേടിച്ചു. ഞാനും പേടിച്ചു. അച്ഛാ, നമുക്ക് അവിടെ എവിടെയൊന്നും പോണ്ട. ആദ്യമായിട്ട് വണ്ടി എടുത്താലേ നമുക്ക് നേരെ ഗുരുവായൂരിലേക്ക് വിട്ടാലോ? ഗുരുവായൂർ പോയ അവിടെ അച്ഛന് കുളിച്ച് നനയ്ക്കാനൊക്കെ ആയിട്ട് സ്റ്റിമ്മിംഗ് പൂളൊക്കെ ഉണ്ടാണോ മക്കളെ? സ്വിമ്മിംഗ് പൂളാ? അച്ഛൻ വന്ന് വണ്ടി കയറച്ചാ. അങ്ങനെ ആ അപ്പനും മകനും ഗുരുവായൂരിലേക്ക് യാത്രയായി. മോനൂട്ടന് ദീർഘദൂരം വാഹനം ഓടിക്കേണ്ടിയിരുന്നു. ദീർഘദൂരം വാഹനം ഓടിക്കേണ്ടി വരുമ്പോൾ, പ്രത്യേകിച്ച് ഉറക്കമില്ലാതെ വാഹനം ഓടിക്കേണ്ടി വരുമ്പോൾ വാഹനം നിർത്തി വിശ്രമിച്ച ശേഷം മാത്രമേ മുന്നോട്ടുള്ള യാത്ര അനുവദിക്കാവൂ. വാഹനം ഓടിക്കുമ്പോൾ അത് മാത്രം ചെയ്യുക. സഹയാത്രികരോട് സംസാരിച്ചുകൊണ്ട് വാഹനം ഓടിക്കാതിരിക്കുക. കുട്ടികൾ ട്രാഫിക് നിയമങ്ങൾ അറിഞ്ഞും അനുസരിച്ചും വളരേണ്ടവരാണ്. കാരണം അവരാണ് നാളത്തെ ഡ്രൈവർമാർ. ഗുരുവായൂരെത്തി ക്ഷേത്ര ദർശനമൊക്കെ നടത്തി. മോനൂട്ടന്റെ അച്ഛൻ കണ്ണി കണ്ടതൊക്കെ വാങ്ങി. ബലൂൺ, പീപ്പി, പിന്നെ അയ്യോ അമ്മച്ചേ, ഞാൻ ഇരിക്കാം. മക്കളെ ഓടി വാടാ. അപ്പനൊന്നും കാണാൻ വയ്യടാ. മക്കളെ ഒന്ന് ഓടി വാടാ. അയ്യോ ഒന്നും കാണാൻ വയ്യേ. ഇത്ര നേരം വെളുത്തിരുന്നാണല്ലോ. അയ്യോ ഒന്നും കാണാൻ വയ്യേ. അയ്യോ എടാ മോനെ, മോനൂട്ടാ, മക്കളെ. ആ, നീ ഇവിടെ നിൽക്കായിരുന്ന എങ്ങനെ ഉണ്ടാ മക്കളെ? അച്ഛന്റെ പീപ്പി, ഊത്തും ബലൂണും. അച്ഛാ, എങ്ങനെ ഉണ്ടാ മക്കളെ? നന്നായിരിക്കണം. അച്ഛാ, ഈ വയസ്സ് കാലത്താണ് ഒരു പിള്ളേര് കളി. അച്ഛനെ പിടിക്ക്. എന്നിട്ട് അച്ഛൻ വന്ന് വണ്ടി കയറി നമുക്ക് ഇന്ന് തന്നെ തിരിച്ചു പോവാം. അയ്യോ അയ്യോ ഇന്ന് വേണ്ട മക്കളെ, നമുക്ക് നാളെ കാലത്തെ പോവാം. അതൊന്നും പറ്റില്ല. എനിക്ക് അവിടുത്തെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അച്ഛൻ വന്ന് വണ്ടി അയ്യോ മക്കളെ, മക്കൾക്ക് ഭയങ്കര ക്ഷീണമുണ്ട്. അപ്പന് ക്ഷീണമുണ്ട്. അപ്പൊ നമുക്ക് നാളെ കാലത്തെ പോവാം. അച്ഛൻ 2-3 ദിവസം ഉറക്കൊഴിഞ്ഞ് വണ്ടി ഓടിച്ചാൽ എനിക്കൊരു പ്രശ്നമില്ല. അച്ഛൻ വണ്ടി കയറി. ഇന്നലെ രാത്രി മുഴുവൻ ഉറക്കം ഒഴിച്ച് വണ്ടി ഓടിച്ചല്ലടാ മക്കളെ. ഇന്ന് പോണ്ടടാ, നാളെ കാലത്തെ പോവാന്ന് പറഞ്ഞില്ല. പറ്റില്ല. എനിക്ക് അവിടുത്തെ ഒത്തിരി നിൽക്കും. ഇന്ന് ഇവിടെ നിന്നിട്ടാ ഞാൻ വരും. നീ പോണ്ട. അച്ഛൻ പറഞ്ഞ ഇല്ല, ഞാൻ പോവും. ഇല്ല, അച്ഛൻ പറഞ്ഞ ഇല്ല. അച്ഛനെ കൊണ്ടുവന്നപ്പോ എനിക്ക് ശല്യമായി മാറിയിരിക്കുന്നു. ഞാൻ പോവും. ഇങ്ങനെ ഒരു അച്ഛൻ ഇല്ലാതെ ഞാൻ മേടിക്കും. ഞാൻ പോവേ. എന്നെ കൊണ്ടുപോടാ. എനിക്ക് വഴിയൊന്നും അറിയാൻ വയ്യാടാ. ഉറക്കം മുടങ്ങി ക്ഷീണിതനായി മോനൂട്ടൻ തിരികെ വീട്ടിലേക്ക് വണ്ടിയോടിച്ചു. ബഹുദൂരം വിശ്രമമില്ലാതെ. എല്ലാം എത്ര വേഗമാണ് സംഭവിച്ചത്. സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നത് കൊണ്ട് കഷ്ടിച്ച് ഞാൻ രക്ഷപ്പെട്ടു. അറിവില്ലാത്ത എന്റെ അച്ഛനെ രക്ഷിക്കാനേ എനിക്ക് കഴിഞ്ഞില്ലല്ലോ. അച്ഛാ, അച്ഛാ, അച്ഛാ. രാത്രി ഉറക്കം ഒഴിഞ്ഞ് വണ്ടി ഓടിക്കണ്ടെന്ന് എന്റെ അച്ഛൻ എന്നെ കാല് പിടിച്ച് അപേക്ഷിച്ചതാ. ഞാൻ കേട്ടില്ല. എന്റെ അച്ഛനെ ഞാൻ മരണത്തിന് വിട്ടുകൊടുത്തല്ലോ. അച്ഛാ, ഈ അനുസരണയില്ലാത്ത മകന് മാപ്പ് തരണേ അച്ഛാ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, മോനൂട്ടൻ കരയുമ്പോൾ ഇനി ആരും കരയരുത്. റോഡിൽ ഇറങ്ങുന്നതിന് മുൻപ് കണ്ണടച്ച് എന്നെ വിളിക്കൂ. ഞാൻ ഓടിയെത്താം. പാതയിലുടനീളം ഉറങ്ങ ആവിടാൻ കാണും. വിളിക്കാൻ മറക്കല്ലേ. നിങ്ങളുടെ സ്വന്തം പപ്പു.
കേരള പോലീസ് ട്രാഫിക് വിഭാഗം ബഹുമാനപ്പെട്ട സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ശ്രീ ഉമേഷ് കുമാർ സാറിന്റെ നേതൃത്വത്തിൽ ഇവിടെ അവതരിപ്പിച്ച പപ്പു ഉറങ്ങാത്ത പാത എന്ന നാടകമാണ് നിങ്ങൾ ഇത്രയും സമയം കണ്ടുകൊണ്ടിരുന്നത്. ഈ നാടകത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ പഠിച്ചു. ട്രാഫിക് നിയമങ്ങൾ പഠിക്കുകയും പാലിക്കുകയും ചെയ്യുന്നത് മറ്റാർക്കും വേണ്ടിയല്ല, നമുക്ക് വേണ്ടി തന്നെയാണ്. കേരളം എന്ന് പറയുന്ന നമ്മുടെ ചെറിയ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം റോഡ് വികസനം സാധ്യമാകാത്ത തരത്തിലൂടെ കടന്നു പോകുന്നു. കേരളം ഇന്ന് അപകടത്തിന്റെ കാര്യത്തിൽ മുൻപന്തിയിലേക്ക് കുതിക്കുന്നു, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച്. അപ്പൊ നമുക്ക് റോഡ് ട്രാഫിക് സംസ്കാരം വളർത്തിയെടുക്കേണ്ടിയിരിക്കുന്നു. അതിനായാണ് കേരള പോലീസ് നിങ്ങൾക്ക് തന്നത്, നിങ്ങൾക്ക് നൽകിയത് പപ്പു നിങ്ങളെ കാണുന്നതിനും സംവദിക്കുന്നതിനും സംസാരിക്കുന്നതിനുമായി ഇതാ വീണ്ടും കടന്നു വരികയാണ്. ഈ സ്കൂളിലെ മിടുക്കന്മാരും മിടുക്കികളുമായ വിദ്യാർത്ഥിനികൾ ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. നമുക്ക് റോഡ് ക്രോസ് ചെയ്യാൻ എന്തോ ബുദ്ധിമുട്ടാണ്. എങ്ങനെയാണ് പപ്പ നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ? റോഡിനപ്പുറത്ത് കൂട്ടുകാരെ കണ്ട കണ്ണടച്ച് റോഡിലൂടെ ഓടുന്ന ആളാ ചോദിക്കുന്നത്. അതെ, സീബ്ര ലൈനുള്ള സ്ഥലങ്ങളിൽ സീബ്ര ലൈനിലൂടെ ക്രോസ് ചെയ്യണം. അല്ലാത്ത സ്ഥലങ്ങളിൽ ഡ്രൈവർ മാമന് 50 മീറ്റർ അകലെ വെച്ചെങ്കിലും നമ്മളെ കാണത്തക്ക വിധം റോഡ് വേഗത്തിൽ മുറിച്ചു കിടക്കണം. കേട്ടോ? ഡ്രൈവർ മാമന് നമ്മളെ കാണത്തക്ക വിധം വേണം നമ്മൾ റോഡ് മുറിച്ച് കിടക്കുവാൻ. ഞാൻ ഒത്തിരി നാളായിട്ട് ചോദിക്കണമെന്ന് വിചാരിക്കുക, ഒരു സൈക്കിളിൽ 2 പേര് യാത്ര ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല? അതാണ് വളരെ നല്ലൊരു ചോദ്യമാണ്. ഒരു സൈക്കിളിൽ 2 പേർക്ക് യാത്ര ചെയ്യാമോ? അതിന് വല്ല കുഴപ്പവും ഉണ്ടോ? ഒരു സൈക്കിളിൽ ഒരു സീറ്റ് ഉണ്ട്, ഒരു കാരിയറും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 2 പേർക്ക് യാത്ര ചെയ്തൂടെ? നമുക്ക് പപ്പുവിനോട് ചോദിക്കാം, പപ്പു ഒരു സൈക്കിളിൽ 2 പേർക്ക് യാത്ര ചെയ്യാമോ? ഓക്കെ. പാവം, ഒരു കൊച്ചു സൈക്കിളിൽ 2 പേർ കയറിയിരുന്നാൽ അതിന്റെ നടുവൊടിയില്ലേ? ആഹാ, സൈക്കിളിൽ ഇരട്ട സവാരി പാടില്ല. പിന്നെ റോഡിന്റെ ഏറ്റവും ഇടതുവശം ചേർന്ന് സൈക്കിളിൽ യാത്ര ചെയ്യുക. കൂട്ടുകാരെ, റോഡിൽ അഭ്യാസ പ്രകടനങ്ങൾ കാണിക്കല്ലേ. വളഞ്ഞു പുളയാതെ ഒന്നിനു പുറകെ ഒന്നായി പോകണം. അമിത വേഗതയും വേണ്ട. എന്തിനാ പപ്പു റോഡിൽ ഇങ്ങനെ വരകൾ ഇടുന്നത്? അപ്പൊ നമുക്ക് പപ്പുവിനോട് ചോദിക്കാം, പപ്പു റോഡിൽ എന്തിനാണ് ഇങ്ങനെ വരകൾ ഇട്ടിരിക്കുന്നത്? ഒന്ന് പറയാമോ? ഓക്കെ. അത് കൊള്ളാമല്ലോ. നിങ്ങളുടെ ബുക്കിൽ എന്തിനാ വരയിട്ടിരിക്കുന്നേ? 4 ലൈൻ, 2 ലൈൻ, 1 ലൈൻ. എന്തിനാ അങ്ങനെ? അതുപോലെയൊക്കെ തന്നെയാ റോഡിലും വരയിട്ടിരിക്കുന്നേ. മുറിഞ്ഞ രീതിയിലുള്ള വരകൾ മറികടന്ന് വാഹനങ്ങൾ ഓവർടേക്ക് ചെയ്യുന്നത് അപകട സാധ്യത കുറവാണ്. പക്ഷേ നേരെയുള്ള വരകൾ മറികടന്നാൽ അപകട സാധ്യത വളരെ കൂടുതലാണ്. ഒരു കാരണത്താലും മഞ്ഞ വര മറികടക്കരുത്. മഞ്ഞ വര മറികടന്നാൽ അപകടം ഉറപ്പ്. സൂക്ഷിക്കണേ. അതെ, നിങ്ങളാണ്, വിദ്യാർത്ഥികളാണ് പപ്പുവിന്റെ കൂട്ടുകാർ. നിങ്ങൾക്ക് അപകടം സംഭവിക്കാൻ പാടില്ല. അപകടം സംഭവിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ട്രാഫിക് നിയമങ്ങൾ അനുസരിച്ച് റോഡിലൂടെ സഞ്ചരിക്കണം. അപ്പൊ പപ്പുവിനെ സന്തോഷിപ്പിക്കണ്ടേ? അപ്പൊ പപ്പുവിനെ സന്തോഷിപ്പിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ഞങ്ങൾ റോഡ് നിയമങ്ങൾ അനുസരിച്ച് കൊള്ളാം എന്ന് പപ്പുവിന് വാക്കുകൊടുക്കാമോ? മുഴുവൻ പേർക്കും ഞങ്ങൾ ട്രാഫിക് നിയമങ്ങൾ അനുസരിച്ച് കൊള്ളാം. ഓക്കെ, പപ്പു സന്തോഷവാനാണ്, പപ്പു ഹാപ്പിയാണ്. ഓക്കെ.